കലാസദനം വാട്സപ്പ് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന ചെറുകഥ പ്രതീക്ഷ. രചന ജീന ടീച്ചർ വയനാട്. അവതരണം അഷറഫ് നാറാത്ത്. അഭിയുടെ പിറന്നാളിന് ഒരു സമ്മാനം നൽകാൻ സൗമ്യയുടെ ഹൃദയം ആവേശത്താൽ നിറഞ്ഞു. ആഴ്ചകളായി അഭി ആരോഗ്യപരമായി ഒരു പ്രയാസകരമായ സമയത്തിലൂടെ കടന്നു പോകുകയായിരുന്നു. എന്നാലും സൗമ്യ ഈ ദിനം പ്രകാശപൂരിതമാക്കാൻ എന്തെങ്കിലും പ്രത്യേകമായി അഭിക്ക് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. സൗമ്യ ഓരോ ജന്മദിന സമ്മാനങ്ങൾ അഭിക്കായി തയ്യാറാക്കുന്നതിനിടയിലും ഫോണിൽ അഭിയും സൗമ്യയും പരസ്പരമെല്ലാം പറയുന്നുണ്ടായിരുന്നു. സമ്മാനവുമായി സൗമ്യ അഭിക്കരികിലെത്തി അഭിയോട് കണ്ണുകളടയ്ക്കാൻ ആവശ്യപ്പെട്ടു. അഭി കണ്ണു തുറന്നപ്പോൾ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. കുറച്ച് പുതിയ വസ്ത്രങ്ങൾ, അതും അഭിക്ക് ഇഷ്ടപ്പെട്ട വർണ്ണങ്ങളിൽ, പിന്നെ ഒരു മൊബൈൽ ഫോൺ. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതൊന്നും. അഭി നന്ദിയാൽ സൗമ്യയെ സ്നേഹത്തോടെ നോക്കി സൗമ്യയോട് പറഞ്ഞു, എനിക്ക് വേണ്ടി നീ എന്തൊക്കെ ചെയ്യുന്നു സൗമ്യ, പക്ഷേ പകരം നിനക്കായി തരാൻ എൻ്റെ ഹൃദയമേ ഉള്ളൂ. എൻ്റെ പൊന്നഭി, ഈ കണക്കുകൾ ദിവസവും കേൾക്കാനല്ല ഞാൻ സമയം കിട്ടുമ്പോൾ അഭിക്കടുത്തേക്ക് ഓടി വരുന്നത്. നമ്മുടെ സ്നേഹം ഇങ്ങനെയെങ്കിലും ഒന്ന് നേരിട്ട് കണ്ട് പങ്കുവെക്കാനാണ്. അഭി വേഗം എന്തോ ഓർത്ത് പുഞ്ചിരിച്ചു. ആ മുഖത്ത് ഒരു പുഞ്ചിരി കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ സന്തോഷിച്ചുകൊണ്ട് സൗമ്യയും പുഞ്ചിരിച്ചു. അഭി സൗമ്യയുടെ നേരെ തിരിഞ്ഞു, നന്ദിയാൽ തിളങ്ങുന്ന കണ്ണുകളോടെ. അഭി ആരും കേൾക്കാതെ പറഞ്ഞു, എനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും നല്ല സമ്മാനം നീയാണ് സൗമ്യ. കണ്ണുകൾ ഇറുക്കിയടച്ച് സൗമ്യ പുഞ്ചിരിച്ചു. ഒരു ഹൃദയമായി അവർ പരസ്പരം രണ്ടു വഴികളിലായി വീണ്ടും യാത്രയായി. അവരുടെ ഹൃദയം പിടയുന്ന വേദന അപ്പോഴും ഒരു നെടുവീർപ്പായി അവർക്കൊപ്പം തന്നെയുണ്ടായിരുന്നു. എങ്കിലും അവരുടെ പ്രത്യേക ബന്ധത്തിന് ഊഷ്മളതയുണ്ടായിരുന്നു. ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് നാം ചെയ്യുന്ന പ്രവൃത്തികൾ പരസ്പരം കണക്കുപറച്ചിലുകളിൽ, കുറ്റപ്പെടുത്തലുകളിൽ അവസാനിക്കാതെയിരിക്കട്ടെ. കണ്ണുകളിൽ സ്നേഹം വിടരട്ടെ. ഈ ജന്മം തന്നെ ഒരു നല്ല ദിനമുണ്ടാവട്ടെ. നന്ദി.